ഹായ്, എല്ലാ കൂട്ടർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് കുവൈറ്റിലെ 18 നമ്പർ വിസയെക്കുറിച്ചാണ്. ഇവിടുത്തെ ജോ വിസ, അതിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽ ആണ്. 18 നമ്പർ വിസ എങ്ങനെ എടുക്കണം, അതിനുള്ള പ്രൊസീജിയർ, അതിനുള്ള ഡോക്യുമെൻറ്റേഷൻ എല്ലാം ഞാൻ ഈ വീഡിയോ പറയുന്നുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ആദ്യമേ 18 നമ്പർ വിസയെക്കുറിച്ചൊന്ന് പറയാം. കുവൈറ്റിൽ ജോലി ചെയ്യാൻ കുവൈറ്റ് ഗവൺമെൻറ് കമ്പനികൾക്ക് കൊടുക്കുന്ന ഒരു വിസയാണ് ഈ 18 നമ്പർ വിസ. പ്രധാനപ്പെട്ട 4-5 വിസ ഞാൻ ഈ വീഡിയോ പറയാം. ആദ്യമായിട്ട് പറയുന്നത് കമ്പനി വിസയെക്കുറിച്ചാണ്. പ്രൈവറ്റ് കമ്പനികൾ കൊടുക്കുന്ന വിസയാണ്. ഈ വിസയിൽ പ്രൈവറ്റ് കമ്പനികൾക്ക് വേണ്ട എല്ലാ ജോലിക്കാരെയും കൊണ്ടുവരുന്ന ഒരു വിസയാണ്. ഇതിന് സ്പോൺസർ കമ്പനി തന്നെയാണ്. ട്രാൻസ്ഫർ വിസയാണ്. കമ്പനി എത്ര വർഷത്തെ കോൺട്രാക്റ്റിലാണോ ഈ വിസയെ കൊണ്ടുവരുന്നത്, ആ ഇയർ കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് റിലീസ് കിട്ടി വേറെ കമ്പനിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അടുത്തൊരു വിസയാണ് ഗവൺമെൻറ് കോൺട്രാക്ട് വിസ. ഇത് ഗവൺമെൻറ് അംഗീകരിച്ച പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട വിസയാണ്. ഈ വിസ വേറെ കമ്പനിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ആ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ആ പ്രോജക്റ്റ് കഴിഞ്ഞിട്ട് അത് MOEയുടെ അനുമതിയോടെ മാത്രമേ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അടുത്ത വിസയാണ് മുബാറക് അൽ കബീർ വിസ. ഈ വിസ ചെറുകിട ബിസിനസ്സുകാർക്ക് കൊടുക്കുന്ന വിസയാണ്. ഈ വിസയുടെ സ്പോൺസർ കുവൈറ്റ് തന്നെയാണ്. ഈ വിസ വേറെ കമ്പനിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ 3 വർഷം കഴിഞ്ഞ് വേറെ കമ്പനിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ കുറേ മാനദണ്ഡങ്ങളുണ്ട്. കൂടാതെ സ്പോൺസറിൻ്റെ നോ ഒബ്ജക്റ്റ് സർട്ടിഫിക്കറ്റ് വേണം. പ്രത്യേകിച്ച് ഈ വിസ പല ഏജൻറ്റുമാരും ദുരുപയോഗം ചെയ്യാറുണ്ട്. ഈ വിസയ്ക്ക് പ്രത്യേകിച്ച് കാറ്റഗറി ഒന്നുമില്ല. ഇതിനൊരു പ്രോബ്ലം എന്ന് വെച്ചാൽ ജോലിക്കാർക്ക് വലിയ സുരക്ഷിതമോ മെച്ചപ്പെട്ട സാലറിയോ ഈ വിസയിൽ കിട്ടില്ല. പുറത്ത് എവിടെയെങ്കിലും വർക്ക് ചെയ്താൽ അത് ഇല്ലീഗലാണ്. നിങ്ങൾ ജോബിന് വേണ്ടി വിസ നോക്കുന്നുണ്ടെങ്കിൽ ഈ വിസ വേണ്ടെന്ന് തന്നെ നിങ്ങൾ പറയുക. അടുത്ത വിസയാണ് പ്രോജക്റ്റ് വിസ. ഈ പ്രോജക്റ്റ് വിസ എന്ന് പറയുന്നത് ഓരോരോ പ്രോജക്റ്റിന് വേണ്ടിയും പ്രൈവറ്റ് കമ്പനികൾക്ക് ഗവൺമെൻറ് കൊടുക്കുന്ന വിസയാണ്. ഈ പ്രോജക്റ്റിൽ മാത്രമേ വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ പ്രോജക്റ്റ് വിസ ട്രാൻസ്ഫറബിൾ അല്ല. എത്ര വർഷത്തെ പ്രോജക്റ്റിലാണോ ഈ വിസയിൽ വരുന്നത്, ആ പ്രോജക്റ്റ് കഴിഞ്ഞതിന് ശേഷം നാട്ടിലേക്ക് പോകേണ്ടി വരും. നിങ്ങൾക്ക് ഈ വിസ കിട്ടണമെങ്കിൽ എന്തൊക്കെ ചെയ്യണമെന്ന് ഞാൻ പറയാം. മുബാറക് അൽ കബീർ വിസ ഒഴിച്ച് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് വഴിയോ ഓൺലൈൻ വഴിയോ ചില സർട്ടിഫൈഡ് ഏജൻസി മുഖേനയോ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. പിന്നെ നിങ്ങളുടെ ആരെങ്കിലും ഫ്രണ്ട്സോ നിങ്ങളുടെ റിലേറ്റീവോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ മുഖേന വേക്കൻസി ഉണ്ടെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ വിസ എടുക്കാനുള്ള പ്രൊസീജിയർ ഞാനൊന്ന് പറയാം. കാറ്റഗറി അനുസരിച്ചാണ് പ്രൊസീജിയർ. ലേബർ കാറ്റഗറി ആണെങ്കിൽ ജോബ് ഓഫർ മാത്രമേ കാണത്തുള്ളൂ. പൊതുവായിട്ടുള്ള ജോബ് ആണെങ്കിൽ അക്കാഡമിക് സർട്ടിഫിക്കേഷനും എക്സ്പീരിയൻസും അക്കാഡമിക് സർട്ടിഫിക്കറ്റ് ഉള്ള സർട്ടിഫിക്കറ്റുകൾ കുവൈറ്റ് എംബസിയുടെ അറ്റസ്റ്റേഷൻ വേണം. ഏതൊക്കെ സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ അവർ ആ ജോബ് ഓഫറിൽ മെൻഷൻ ചെയ്യുന്നതാണ്. ഓഫർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സർട്ടിഫിക്കറ്റ് എല്ലാം അവർ പറയുന്ന പോലെ മെയിൽ ചെയ്ത് കൊടുത്താൽ മതി. മെയിൽ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വർക്ക് പെർമിറ്റിന് അപ്ലൈ ചെയ്യും. വർക്ക് പെർമിറ്റ് ഇറങ്ങിയാൽ മാത്രമേ നമുക്ക് വിസ കിട്ടത്തുള്ളൂ. ഇത്രയുമാണ് പ്രധാനപ്പെട്ട ജോ വിസയെക്കുറിച്ചുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അറിയാത്ത ഫ്രണ്ട്സിലേക്ക് അതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി അടുത്തൊരു നല്ല വീഡിയോ ഇടണം. ഓക്കെ, ബൈ.